പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെ വീണ്ടും സംഘർഷം. പോലീസുമായുള്ള സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാനായി സ്ഥാപിച്ച കൊടിതോരണങ്ങളും ഫ്ലക്സുകളും അക്രമികൾ തീവെച്ച് നശിപ്പിച്ചു. നാളെ ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമായി 8,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. 2023-ൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്നത്. 2023 മെയ് 3-ന് വംശീയ കലാപം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തുന്നത്. കുംകി ഭൂരിപക്ഷ പ്രദേശവും കലാപകാലത്ത് അക്രമങ്ങളുടെ കേന്ദ്രവുമായിരുന്ന ചുരാചന്ദ്പൂരിലേക്കാണ് പ്രധാനമന്ത്രി എത്തുക. 8,500 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് മോദി നാളെ മണിപ്പൂരിൽ തുടക്കം കുറിക്കുക. ഇതിൽ 7,300 കോടി രൂപയുടെ പദ്ധതിയുടെ തറക്കല്ലിടലും ഇതിൽ ഉൾപ്പെടും. ഇതിനുശേഷം കാംഗ്ല കോട്ട മൈതാനിയിലെ പൊതുറാലിയിൽ പങ്കെടുക്കും. തുടർന്ന് കലാപബാധിതരായ ജനങ്ങളെ കാണും. കലാപബാധിതർക്കായുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജും നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ എതിർപ്പുയരുന്നുണ്ട്. മോദിയുടെ സന്ദർശനം ബഹിഷ്കരിക്കാൻ 6 നിരോധിത സംഘടനകൾ ആഹ്വാനം ചെയ്തു. മോദിയുടെ സന്ദർശനത്തിൽ മെയ്തേയികളിൽ വലിയൊരു വിഭാഗത്തിനും താൽപര്യമില്ല. കുംകികളുമായി കേന്ദ്രം സമാധാന കരാർ ഒപ്പിട്ടതാണ് ഇതിന് കാരണം. ഇതിനിടെ മോദിയെ സ്വീകരിക്കാനായി ചുരാചന്ദ്പൂരിൽ കെട്ടിയ കൊടിതോരണങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. അലങ്കാരങ്ങൾ നശിപ്പിച്ച അക്രമികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മണിപ്പൂർ BJPയിലും കാര്യങ്ങൾ സുഗമമല്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ ഫുഗ്യാർ മണ്ഡലത്തിലെ 40-ലേറെ പ്രവർത്തകർ രാജിവെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.